എല്ലാരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചോ? ഞങ്ങള് കമ്പത്തൊക്കെ ബാർക്കിൽ പോയത് അടിച്ച് പൊളിച്ച്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ ഫ്രണ്ട്സ്? ഇന്ന് നമുക്ക് ആന്റിന്റെയും ഗ്രാസ് ഓപ്പന്റെയും കഥ കേട്ടാലോ? ആന്റിന് പറഞ്ഞ ഉറുമ്പ് ഗ്രാസ് ഓപ്പൻ എന്ന് പറഞ്ഞ പൊളിച്ചാടി. കഥയുടെ പേരെന്താണെന്ന് അറിയാവോ? ആന്റി ആൻഡ് ഓപ്പൻ. ഫ്രണ്ട്സ്, നമ്മൾക്കെങ്കിൽ സ്റ്റോറി കേട്ടാലോ? Auntie and Hopper. Hopper was a lazy grasshopper. One sunny day, he was hopping and singing in the fields. He saw an ant that was carrying a grain with great effort. It was Auntie the ant. Hopper told Auntie, "Why are you walking so hard? Come, play with me." സോ നമ്മുടെ കഥയിൽ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ആന്റിയും ഹോപ്പറും. അനിരുദ്ധ്, what is the name of the grasshopper? Hopper. Very good. What is the name of the ant? Andy. Very good. Hopper was a lazy grasshopper. നമ്മളുടെ കഥയിലെ മെയിൻ ക്യാരക്ടറായ ഹോപ്പർ ലേസി ആയിരുന്നു. അനിരുദ്ധ്, ലേസി എന്ന് പറഞ്ഞാൽ എന്താ? മടിയൻ. ഈ കഥയിലെ ആരാ മടിയൻ? ഗ്രാസ് ഹോപ്പർ ആണോ മടിയൻ? ആൻഡ് ആണോ മടിയൻ? ഗ്രാസ് ഹോപ്പർ. ഓക്കെ. ഹോപ്പർ വാസ് എ ലേസി ഗ്രാസ് ഹോപ്പർ. നമ്മളുടെ കഥയിലെ ഗ്രാസ് ഹോപ്പർ വളരെ മടിയനായിരുന്നു. One sunny day, he was hopping and singing in the fields. സോ ഒരു ദിവസം നമ്മളുടെ ഗ്രാസ് ഹോപ്പർ ഫീൽഡിലൂടെ കളിച്ചും ചാടിയും പാടിയും ഒക്കെ നടക്കുമായിരുന്നു. He saw an ant that was carrying a grain with great effort. അവൻ നോക്കുമ്പോഴുണ്ട് ഒരു ആന്റ് വളരെ കഷ്ടപ്പെട്ട് ധാന്യമണികൾ ശേഖരിക്കുന്നു. It was Auntie the ant. സോ നമ്മളുടെ കഥയിലെ അടുത്ത ക്യാരക്ടറാണ് ആന്റി. ആന്റി എന്ന് പറയുന്ന ആരാണ്? ഉറുമ്പാണ്. Hope told Auntie, "Why are you walking so hard? Come, play with me." കഷ്ടപ്പെട്ട് ധാന്യമണികൾ ശേഖരിക്കുന്ന ഉറുമ്പിനെ കണ്ട ഗ്രാസ് ഹോപ്പർ ഉറുമ്പിനോട് പറഞ്ഞു, "Why are you walking so hard? നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? Come, play with me. വാ, നമുക്കൊരുമിച്ച് കളിക്കാം." Auntie said, "I can't play with you." നമ്മളുടെ ഉറുമ്പ് പറഞ്ഞു, "ഇല്ല, എനിക്ക് നിന്റെ കൂടെ കളിക്കാൻ വരാൻ പറ്റത്തില്ല. I am collecting food for the winter." ഞാൻ ഈ വരാൻ പോകുന്ന വിന്ററിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മഞ്ഞുകാലം വരുമ്പോൾ അതിന് മുന്നോടിയായി ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ശേഖരിക്കുകയാണ്. The grasshopper laughed and said, "There is so much time left before the winter sets in." ഗ്രാസ്ഹോപ്പർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിന്റർ വരുന്നേക്കാൾ മുമ്പ് നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ. Auntie continued to do her work. എന്നിരുന്നാലും ഗ്രാസ്ഹോപ്പർ പറയുന്നത് നമ്മളുടെ ഉറുമ്പച്ചൻ കേട്ടില്ല. ഉറുമ്പ് വീണ്ടും അവന്റെ വർക്ക് തുടങ്ങി. Hopper did not collect any food. എന്തായാലും ഗ്രാസ് ഹോപ്പറിന് ഫുഡൊന്നും ശേഖരിച്ചു വെക്കാൻ സാധിച്ചില്ല. The winter set in. Anyway, നല്ല മഞ്ഞുകാലമായി. Hopper could not find any food. എന്തായാലും നമ്മളുടെ ഗ്രാസ് ഹോപ്പറിന് കഴിക്കാൻ ഫുഡൊന്നും അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല. വിന്ററിന് പറഞ്ഞ മഞ്ഞുകാലം. പിന്നെ അവൻ എങ്ങനെ ഫുഡ് കിട്ടും? ഗ്രാസ് ഹോപ്പർ ആൻഡ് ഫുഡ് കൊടുക്കുമ്പോ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റോറിയുടെ ബാക്കിയും കൂടെ കേട്ടാലോ? He was so hungry. ഗ്രാസ് ഹോപ്പറിന് വല്ലാതെ വിശന്നു. ആൻറ്റി sat happily at home. എന്തായാലും ആൻറ്റി വളരെ സന്തോഷത്തോടെ വീട്ടിലിരുന്നു. Auntie felt sorry for the grasshopper and shared its food with Hopper. ഉറുമ്പിന് തന്റെ കൂട്ടുകാരനെ കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അവൻ താൻ ശേഖരിച്ചു വെച്ച ഫുഡ് ഗ്രാസ് ഹോപ്പറുമായി ഷെയർ ചെയ്തു. The grasshopper thanked the ant and decided not to waste time ever again. എന്തായാലും അന്ന് ഗ്രാസ് ഹോപ്പർ തനിക്ക് ഫുഡ് നൽകിയ ഉറുമ്പിന് നന്ദി പറയുകയും ഇനി ഒരിക്കലും തൻ ജീവിതത്തിൽ സമയം പാഴാക്കുകയില്ലെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു.
ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? ഇതിൽ ആരേനെയാ ഇഷ്ടം നിങ്ങൾക്ക്? അതിനെയാണോ ഗ്രാസ് ഹോപ്പറിനെയാണോ? എനിക്ക് ഇഷ്ടം നമ്മളിലെ ഉറുമ്പിനെയാണ്. അനിരുദ്ധ്, ഈ സ്റ്റോറിയിൽ നിന്ന് എന്താ മോനെ മനസ്സിലായത്? ഡോണ്ട് വേസ്റ്റ് ടൈം. സമയം പാഴാക്കരുത്. ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യണം. സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.